It's a fact that US there are issues in the sense, interest rate, for example, the interest rate, they've increased it in the last 1 year. Right now, I think India has the capacity to withhold a reasonably large selling by FIIs. Suppose US goes into a recession, then what happens? Software companies contract കിട്ടില്ല അല്ലെങ്കിൽ കുറയും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് they hire less. When they hire less, ഇന്ത്യയിൽ അവരുടെ സ്പെൻഡിങ് കുറയും. ഇന്ത്യക്ക് സിംഗിൾ ബിഗ്ഗസ്റ്റ് ഫാക്ടർ മാർക്കറ്റിന് വേണ്ടി is oil prices. If you ask me, out of many factors, what is the single most important factor? It is oil. നമ്മൾ പലപ്പോഴും കണ്ടിട്ടാണ് ഈ US ഉണ്ടാകുന്ന സ്ലോ ഡൗൺ നമ്മുടെ IT കമ്പനിയുടെ ഡീൽസിനെ ബാധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ടാകുന്ന സ്ലോ ഡൗൺ നമ്മുടെ IT കമ്പനിയുടെ ഓഹരിയുടെ ഒരു കറക്ഷനും വഴി വെച്ചിട്ടുണ്ട് പല സാഹചര്യങ്ങളായിട്ട്. അപ്പം നമ്മൾ അവസാന നാളുകൾ കേട്ടത് US റിസഷനിലേക്ക് പോകുന്നു എന്നൊക്കെയാണ്. പക്ഷെ അവസാനം പുറത്തു വരുന്ന ഡാറ്റകൾ വെച്ച് നോക്കുമ്പോൾ US നല്ല രീതിയിൽ ഗ്രോ ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഡീൽസ് ഇന്ത്യയിലെ ടോപ്പ് IT കമ്പനീസ് കിട്ടുകയും ഈ ഓഹരികളൊക്കെ തന്നെ മുന്നേറാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ സമയത്ത് ഈ ഇന്ത്യൻ IT കമ്പനികളിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഉചിതമാണോ? ആക്ച്വലി നമ്മളിത് രണ്ടായിട്ട് കാണണം. ഇപ്പോൾ IT-യിലെ ലാർജ് ക്യാപ് കമ്പനീസ് ഉണ്ടല്ലോ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ്, TCS, അങ്ങനത്തെ കമ്പനീസ്, അവരുടെ ഗ്രോത്ത് ഒരുമാതിരി സ്റ്റഡിയായി. ദേ വിൽ നോട്ട് ഗ്രോ അറ്റ് 15%. ആൻഡ് അവരൊക്കെ ഗ്രോ ചെയ്യണത് ലോ ഡബിൾ ഡിജിറ്റ് എത്തില്ല. ദിൽ പ്രോബബ്ലി ബി സംവെയർ ഇൻ ദി ടച്ചിങ് ഡബിൾ ഡിജിറ്റ് കൈൻഡ് ഓഫ് ഫിഗേഴ്സ്. അതിൻ്റെ റീസൺ ഇസ് അവർ ഓൾറെഡി ഭയങ്കര ഇത്രയും വലിയ സൈസായി. ഐ തിങ്ക് IT-യിൽ ഇൻവെസ്റ്റ് ചെയ്യണത് പ്രോബബ്ലി മിഡ് ക്യാപ്പ് IT ഉണ്ടല്ലോ, അതിലായിരിക്കും ഇച്ചിരി കൂടി കൂടുതൽ സ്കോപ്പ് എനിക്ക് കാണുന്നത്. ആസ് ഫാർ as recession in US is concerned, as of now things are fine, but അവിടെ interest rates have become so high that consumer spending, consumer credit, അവിടെ നമ്മൾ early signs of delinquencies കണ്ടിട്ടുണ്ട്. Imagine you are paying 1% interest or 2% interest or 3% interest, and that suddenly becomes 9%. It's something like നമ്മുടെ EMI double ആയി. What will be the impact on us? ആ ഒരു സിറ്റുവേഷൻ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ we could be seeing some trouble happening here and there in the US, but US being US, അവർ നോട്ട് പ്രിന്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ they'll take care of the problem. Having said that, IT-യിൽ ഒരുമാതിരി ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഓൾറെഡി വി ആർ സീയിങ് ഒരു 2-3 കൊല്ലമായിട്ട് IT-യിൽ വലിയ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. സോ ടൈം വൈസ് കറക്ഷനുമായി, പ്രൈസ് വൈസ് കറക്ഷനുമായി, ഐ വുഡ് സജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി വെയർ യു സ്റ്റാർട്ട് സീയിങ് മൂവ്മെൻറ്റ്സ് അക്രോസ് ഓൾ കമ്പനീസ് ആൻഡ് ദെൻ ഗോ ഫോർ മിഡ് ക്യാപ്പ് IT കമ്പനീസ് റാദർ ദാൻ ലാർജ് ക്യാപ്പ്. നമ്മൾ വളരെ സേഫ് ആയിട്ട് കളിക്കണം. ഗ്രോത്ത് കുറവാണെങ്കിലും പൈസ സേഫ് ആയിരിക്കണം. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി യു ക്യാൻ ബൈ TCS, Infosys. You will not lose too much money. But if you want to returns വേണമെങ്കിൽ you'll have to go to the second tier companies like maybe HCL Tech or അങ്ങനത്തെ companies, the second tier companies. അവർ ഇച്ചിരി കൂടി they are little more faster in doing things and possibly better deals അതൊക്കെ. So I would suggest mid cap IT rather than large cap IT to invest in IT stocks. അതുപോലെ തന്നെ ഡിഫൻസ് സ്റ്റോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവസാനം ഒരു 3 വർഷമായിട്ട് നല്ല ഗ്രോത്ത് ആണ് ഈ സ്റ്റോക്സിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ ഏർണിങ്സ് ഈ വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ? അതോടൊപ്പം ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവർ ഇനി ആ 3 വർഷത്തെ ഒരു നല്ല ഗ്രോത്ത് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇനി ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ഇപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോകാവുന്ന സാഹചര്യമാണോ ഈ സ്റ്റോക്സുകളെല്ലാം ഉള്ളത്? കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് വാല്യുവേഷൻസ് ഇപ്പോൾ സ്ട്രെച്ച്ഡ് ആണ്. ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് എ ലോട്ട് ഓൺ ദി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് ദി കൺട്രി. അപ്പോൾ ഇനി വരാൻ പോണ ഗവൺമെൻറ്, വെദർ ഇറ്റ്സ് BJP ഓർ കോൺഗ്രസ്, അവരുടെ എന്തായിരിക്കും പോളിസി ടുവേർഡ്സ് ഡിഫെൻസ്. ഇപ്പം ഡിഫെൻസ് ഇന്ത്യക്ക് വേണ്ടി ഒരുമാതിരി ഒരു സൺറൈസ് ഇൻഡസ്ട്രിയാണ്. ദ എക്സ്പാൻഷൻ വിച്ച് വി ഹാവ് സീൻ ഇൻ ദ ലാസ്റ്റ് 5-6 years അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ത്യ ഈസ് ട്രൈങ് ടു ബിക്കം സെൽഫ് സഫീഷ്യൻറ്റ് ഇൻ ഡിഫെൻസ്. സ്വന്തം തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുവാണ്. അതിൻ്റെ ഒരു ട്രിഗർ ആയിരുന്നു. പ്ലസ് റെയിൽവേസിൻ്റെ എക്സ്പാൻഷൻ, അങ്ങനത്തെ പല കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴാണ് ഈ ഡിഫെൻസ് കമ്പനീസും PSU കമ്പനീസ് ഫോർ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്സ് ഇതൊക്കെ ഭയങ്കരമായിട്ട് കയറിയത്. Valuations right now look stretched as of now. Can you invest in it? I think times are reasonably uncertain. It completely depends on the what the future government policies will be. But as of now, they are looking a little stretched.
ഈ ഇലക്ഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മേജർ ഇലക്ഷൻ വരുന്ന ലോക്സഭ ഇലക്ഷൻ വരുന്ന സമയത്തെല്ലാം മാർക്കറ്റ് നല്ല രീതിയിൽ റാലി നടത്താറുണ്ട്. അത് ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം 5 സ്റ്റേറ്റ്സിൽ ഇലക്ഷൻ വരുന്നു, പറഞ്ഞാൽ ലോക്സഭ ഇലക്ഷൻ വരുന്നു. മാർക്കറ്റ് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ എന്താണ് മാർക്കറ്റിൽ ഇപ്പോൾ? ഈ ആക്ച്വലി ഇപ്പോൾ റൈറ്റ് നോ ഭയങ്കര ക്ലോസ് ഫൈറ്റാണ് പറയുന്നത് 5 സ്റ്റേറ്റ്സിലും. One state is clearly Congress, one state is clearly BJP, and others there is a close fight എന്നാണ് ഇപ്പോൾ പറയുന്നത്. The threat to the BJP government is more the tie-up, the India alliance, where they are pitching opposition versus BJP. ആ ഒരു threat definitely ഉണ്ട്. How long it will sustain എന്തായിരിക്കും, that only I don't think anyone can actually predict that. As far as market returns are concerned, I think നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എന്തുവേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സേസ് ദാറ്റ് there has been a 13% growth before elections and all that. But that can change. For example, ഇപ്പോൾ last month it was that കഴിഞ്ഞ 10 കൊല്ലത്തിൽ October has been a bullish month. അപ്പോൾ this month also bullish ആയിരിക്കാം, but it turned out to be bearish. അപ്പോൾ statistics I will not go too much on it. There definitely is a challenge in this one. It's a very closely fought match between the opposition and the government. It will be very difficult to actually predict anything. But I don't think that should stop us. In the sense, I think the most important thing is a clear majority. A clear majority, Congress avate, BJP avate, as long as there is a clear majority, markets will do well. ഒരു കൊളീഷൻ ഗവൺമെൻറ് എപ്പോൾ വേണമെങ്കിലും വീഴാം. അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഗവൺമെൻറ് മാർക്കറ്റ്സ് വിൽ നോട്ട് ലൈക്ക്. അപ്പോൾ ആ ഒരു റിസ്ക് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഇൻഫാക്ട് ഐ തിങ്ക് വൺ ഓഫ് ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേവ് സെഡ് ദാറ്റ് ഇഫ് BJP does not come, it will go down 25%. We don't know. ചിലപ്പോൾ it might go up 10% and then come down 25%. I don't think that should actually impact our positioning or investing. അത് വരുന്നിടത്ത് വെച്ച് കാണാം. ദാറ്റ്സ് ഇറ്റ്. വി കീപ് ഇൻവെസ്റ്റിംഗ്, വി കീപ് ആ ടൈമിൽ ലിവറേജ് പൊസിഷൻ എടുക്കാതെ സൂക്ഷിക്കുക. നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാട്ട് വി ക്യാൻ ഡു, റിസ്ക് മാനേജ്മെൻറ്റ്. ആ റിസൾട്ട് വരുന്ന ടൈം നമുക്ക് എന്തൊക്കെയാണ് സൂക്ഷിക്കാൻ പറ്റും അത് ചെയ്യുക. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് that should impact your investment style or anything. അതുപോലെ തന്നെ ഇനി US മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് US ട്രഷറി ഈൽഡ് 16 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഇന്ത്യൻ എമർജിംഗ് ഇക്വിറ്റി മാർക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കുക? ഒപ്പം തന്നെ ഈ US ബോണ്ട് അല്ല US ഈൽഡ് 16 വർഷത്തെ ഹൈ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഡോളർ സ്ട്രെങ്തൻ പ്രാപിക്കുന്നു, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടി നിൽക്കുന്നു. അതേസമയം ഇന്ത്യൻ റുപ്പി വീക്കായിട്ട് വരുന്നു. ഇത് ഇന്ത്യൻ മാക്രോ എക്കണോമി എങ്ങനെയായിരിക്കും ബാധിക്കുക? പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ കാലഘട്ടം നോക്കുകയാണെങ്കിൽ 45,000 കോടി രൂപയാണ് ഇന്ത്യൻ സ്റ്റോക്കിൽ FISന്റെ വിറ്റുവരവ് നടത്തിയിരിക്കുന്നത്. ഇത് എത്രത്തിലാവും ഇന്ത്യൻ മാക്രോ എക്കണോമി ബാധിക്കുക? അതൊരു വെല്ലുവിളി ആവാനുള്ള സാധ്യത ഉണ്ടോ? ചാൻസസ് കുറവാണ്. ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് US-ൽ there are issues in the sense, ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ്, ഫോർ എക്സാമ്പിൾ ദ ഇൻട്രസ്റ്റ് റേറ്റ് അവർ എത്ര 11 പ്രാവശ്യം അങ്ങനെ എന്തോ ദേ ഇൻക്രീസ്ഡ് ഇറ്റ് ഇൻ ദ ലാസ്റ്റ് 1 year, 2 years. അപ്പോൾ ദ പോയിന്റ് ഇസ് അത് കാരണം തന്നെ അവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാവാം, EMI ഗോയിങ് അപ്പ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ദ കീ തിങ് ഇസ് ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയപ്പോഴത്തേക്ക് വാട്ട് യൂസ് ടു ബി എ 1%, 2% ഇൻട്രസ്റ്റ് ഇസ് നൗ 7%. അബൌട്ട് ഐ തിങ്ക് yield is 5%. The 10-year bonds is 5%. US getting 5% എന്ന് പറഞ്ഞാൽ it becomes US is the base of all financial markets. അവിടെ ഇൻട്രസ്റ്റ് ഫോർ ഓൾ ദീസ് ഇയേഴ്സ് യൂസ് ടു ബി 1%. അത് പെട്ടെന്ന് 5% ആയപ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് പല ആൾക്കാർ, എസ്പെഷ്യലി ദി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ ഷെയർ വിറ്റിട്ട് അവർ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബിക്കോസ് വാട്ട് ദേ സീ ഇസ് അവർ ഇമേർജിംഗ് മാർക്കറ്റിൽ സപ്പോസ് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരു കോസ്റ്റ് ഓഫ് കറൻസി ഒരു 3 to 4% കോസ്റ്റ് ഓഫ് കറൻസി വരും. അത് പ്ലസ് റിട്ടേൺ. അപ്പോൾ 5% ഈൽഡ് ഇവർക്ക് കിട്ടണു ട്രഷറിയിൽ, 3% അവരുടെ കോസ്റ്റ് ഓഫ് ഇതുണ്ട്. അപ്പോൾ 8%-ൻ്റെ മുകളിലാണെങ്കിൽ മാത്രമേ അവർ ഇമേർജിംഗ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സോ റൈറ്റ് നൗ വാട്ട് വി ആർ സീയിങ് ഇസ് ഇമേർജിംഗ് മാർക്കറ്റ്സ് നിന്നും ഡെവലപ്ഡ് മാർക്കറ്റ്സ് നിന്ന് അവർ വിറ്റിട്ട് അവർ ട്രഷറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അതാണ് നമ്മൾ ഇത്രയും വലിയ സെല്ലിംഗ് കാണുന്നത്. താങ്ക്സ് ടു SIPs നമുക്ക് ഈ സെല്ലിംഗ് ഇത് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. SIP പൈസ ഉണ്ടായിരുന്നില്ലെങ്കിൽ ടുഡേ നിഫ്റ്റി വുഡ് ഹാവ് ബീൻ മച്ച് ലോവർ ദാൻ വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഹു ഹാവ് ആക്ച്വലി സേവ്ഡ് ദ മാർക്കറ്റ്. ആൻഡ് ബട്ട് ദ ഗുഡ് തിങ് ഇസ് SIP മണി ഈസ് ലോങ് ടേം മണി. ഒരു നമ്മളൊരിക്കലും ഇന്ന് ഇട്ടു നാളെ നിർത്തി അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഈ പൈസ വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇത് കൂടി വരുക.
Right now, I think India has the capacity to withhold a reasonably large selling by FIIs. Mutual funds also, they are also sitting on a very large amount of cash. അവരുടെ റിസർവ് റേഷ്യോ അതൊക്കെ വെച്ചിട്ട് ദേ ആർ സിറ്റിംഗ് ഓൺ എ റീസണബിളി ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ്. അപ്പോൾ ടോട്ടലി ബിറ്റ്വീൻ ദ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ആൻഡ് ദി SIP, I think ഒരുമാതിരി വലിയ സെല്ലിംഗ് ഓൾസോ ദി മാർക്കറ്റ്സ് ക്യാൻ അബ്സോർബ്. സോ ഐ ഡോണ്ട് സീ ടു മച്ച് ഓഫ് എ വറി ദർ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് US-ൽ സപ്പോസ് US ഗോസ് ഇൻ ടു എ റിസിഷൻ, ദെൻ വാട്ട് ഹാപ്പൻസ്, സോഫ്റ്റ്വെയർ കമ്പനീസിന് കോൺട്രാക്റ്റ് കിട്ടില്ല അല്ലെങ്കിൽ കുറയും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ദേ ഹയർ ലെസ്. When they hire less, ഇന്ത്യയിൽ അവരുടെ സ്പെൻഡിങ് കുറയും. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ മോസ്റ്റ് ഓഫ് ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വർക്കേഴ്സ് ദേ ആർ ഓൾ മോസ്റ്റ്ലി ദേ സെൻഡ് മണി ടു ഇന്ത്യ. ഇവിടെ അവർ ഫ്ലാറ്റ്സ് മേടിക്കും, മാൾസിൽ പോകും, സ്പെൻഡ് ചെയ്യും, എല്ലാം ചെയ്യും. അപ്പോൾ ഹയറിങ് കുറയുമ്പോഴത്തേക്ക് അതിന് ഒരു ഇമ്പാക്റ്റ് വരും. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ബിക്കോസ് ഓഫ് SIP മണി നമുക്ക് അവരുടെ സെല്ലിംഗ് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ബട്ട് US-ൽ ഒരു റിസിഷൻ വരുവാണെങ്കിൽ India cannot escape the recession. That will be difficult. അതുപോലെ ഇപ്പം റിസൾട്ട് സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ സീസൺ ഓൾമോസ്റ്റ് തീർന്നു. എല്ലാ റിസൾട്ടിന് മുന്നോടിയായിട്ടും മാർക്കറ്റ് ഒരു എക്സ്പെക്ടേഷൻ ബിൽഡ് ചെയ്യുന്ന പൊതുവെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എക്സ്പെക്ടേഷൻ ബിലോ ആണെങ്കിൽ മാർക്കറ്റ് സ്വാഭാവികമായിട്ട് സെല്ലിങ്ങിലേക്ക് മാറുകയും എബോവ് ആണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും കാണാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം റിസൾട്ട് സീസൺ ബിലോ എക്സ്പെക്റ്റഡ് ആയിരുന്നോ അതോ എബോവ് എക്സ്പെക്റ്റഡ് ആയിരുന്നോ? More or less in line with expectations, in the sense some sectors did very well. For example, auto did very well, financials did very well, IT did bad. But the thing was, ഈ expectation already marketൽ ഉണ്ടായിരുന്നു. അത് കാരണം we did not see a major correction. It was kind of what the market was expecting, plus minus a little. അത് കാരണമാണ് നമ്മൾ വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കാണാത്തത്. ഈ fall നമ്മൾ കണ്ടത് was mainly to do with the Israel war. One good point is, despite the Israel issues, Middle East issues, oil ഇപ്പോഴും സ്റ്റഡിയാണ്. അതർവൈസ് എങ്ങനത്തെ ടൈമിൽ ടിപ്പിക്കലി ഓയിൽ വുഡ് ഗോ ടു $100 പ്ലസ്. ഇന്ത്യക്ക് സിംഗിൾ ബിഗ്ഗസ്റ്റ് ഫാക്ടർ മാർക്കറ്റിന് വേണ്ടി ഇസ് ഓയിൽ പ്രൈസസ്. ഇഫ് യു ആസ്ക് മീ, ഔട്ട് ഓഫ് മെനി ഫാക്ടേഴ്സ് വാട്ട് ഇസ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഇറ്റ് ഇസ് ഓയിൽ. ഓയിൽ ഗോസ് ടു 100, India is in trouble ബിക്കോസ് അത്രയും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓയിൽ ഇപ്പോഴും ഇറ്റ് ഇസ് ബിലോ 90, ഇറ്റ് ഇസ് 85, 82, 88 ആ റേഞ്ചിൽ ഇരിക്കുവാണ്. As long as that is there, I think we are reasonably okay with it. But result season has generally been a missed bag and it was already built in the prices. റിസൾട്ട് സീസണിന് ശേഷം നോക്കുമ്പോൾ പല സെഗ്മെന്റിലും ഇപ്പോൾ അഫോർഡബിൾ സെഗ്മെന്റ്സിലെല്ലാം സെയിൽസ് വളരെ സ്ട്രെസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. സെയിൽസ് വളരെ കുറവാണ്. അതേസമയം പ്രീമിയം സെഗ്മെന്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് സെയിൽസ് ഗ്രോത്ത് നല്ലപോലെ ഉണ്ടതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വെഹിക്കിൾസിന്റെ കാര്യത്തിൽ ടൂ വീലർ സെഗ്മെന്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അഫോർഡബിൾ സെഗ്മെന്റ്സിലുള്ള സെയിൽസ് മുൻപത്തെ അപേക്ഷിച്ച് വളരെ സ്ട്രെസ്ഡ് ആണ്, സെയിൽസ് വളരെ കുറവുമാണ്. അതേസമയം പ്രീമിയം സെഗ്മെന്റ്സിൽ സെയിൽസ് നല്ല ഗ്രോത്ത് ഉണ്ട്. ഇതേ കാര്യം തന്നെയാണ് FMCG-ലോട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ റിയൽറ്റി സെക്ടറിന്റെ എല്ലാം കാര്യത്തിലും. ഇത് റിസഷൻ മൂലം ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതാണോ അതോ ഒരുപക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവർ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് മൂലമാണ് അവർ കൂടുതലും അഫോർഡബിൾ സെഗ്മെന്റിൽ നിന്നും ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് മാറിയത്? I think it's more to do with your interest rates. What happens is, ഈ പ്രീമിയം സെഗ്മെൻറ്റുള്ള ആൾക്കാർ അവർ ഇൻട്രസ്റ്റ് റേറ്റ് 1%, 1.5%, 2% കൂടിയാൽ അവർക്ക് വലിയ ഇമ്പാക്റ്റ് ഇല്ല. അപ്പോൾ അവർക്ക് എന്താ മേടിക്കണമെന്ന് വെച്ചാൽ അവർ മേടിക്കും. 1 കോടിൻ്റെ വണ്ടി 1 കോടി 5 ലക്ഷമായി, അവരുടെ EMI ഒരു 10,000 രൂപ കൂടി, ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഇമ്പാക്ട് ടു ദം. ദാറ്റ് ഗോസ് പ്രീമിയം വെഹിക്കിൾസ് ആവട്ടെ, പ്രീമിയം വീടാവട്ടെ, എല്ലാത്തിനും അങ്ങനെയാണ്. ആ ഇൻട്രസ്റ്റ് ഡിഫറൻഷ്യൽ അവർക്ക് വേണ്ടി വലിയ കാര്യമല്ല. അത് കാരണം അവിടെ ഡിമാൻഡ് കണ്ടിന്യൂസ്. Whereas middle class and lower middle class നോക്കുവാണെങ്കിൽ അവിടെ ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. 1% ഇൻട്രസ്റ്റ് ഗോസ് അപ്പ് എന്ന് പറഞ്ഞാൽ EMI ഗോസ് അപ്പ് ബൈ 2,000-3,000 rupees. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് അവിടെ പിഞ്ച് കാണും. അപ്പോൾ ബിഫോർ ഐ ബൈ എ കാർ ഐ വിൽ നോ ദാറ്റ് ഓക്കെ, ഇഫ് ഐ എം എ മിഡിൽ ക്ലാസ് പേഴ്സൺ ഐ വിൽ നോ ദാറ്റ് ഓക്കെ ഐ ക്യാൻ അഫോർഡ് ഓൺലി സോ മച്ച് ഓഫ് എ EMI. ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ കാരണം EMI കൂടുവാണെങ്കിൽ ഐ പുഷ് മൈ പർച്ചേസ്. ഐ സേ ഓക്കെ 6 മാസം കഴിഞ്ഞിട്ട് മേടിക്കാം. ദാറ്റ് ഈസ് വാട്ട് വി ആർ സീയിങ് നൗ. So it's more the function of higher EMIs and interest rate than anything else. നമ്മുടെ ഈ സേവിങ്സിന്റെ കാര്യം അല്ലെങ്കിൽ സ്പെൻഡിങ്ങിന്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു ജോലി കിട്ടി ഒരു സേവിങ്സ് അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം ആയി തുടങ്ങുന്ന പ്രായത്തിൽ നമുക്കൊരു 10-20 വർഷത്തേക്ക് ഒരു നല്ലൊരു സേവിങ്സ്, ഒരു 20 വർഷത്തിനപ്പുറം നമുക്ക് സേവിങ്സിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങണം. അങ്ങനെയുള്ള ഒരാൾ ഒരു 20,000 രൂപ അദ്ദേഹത്തിന് സാലറി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാൻ നോക്കാം. അങ്ങനെയുള്ള ഒരാൾ അയാളുടെ സ്പെൻഡിങ്ങിനും ബാക്കി കാര്യങ്ങൾക്ക് മാറ്റി വെച്ചതിന് ശേഷം ഏകദേശം എത്ര രൂപയെങ്കിലും മാറ്റി വെച്ചാലാണ് ഒരു ആഫ്റ്റർ 10 years അല്ലെങ്കിൽ 20 years അയാൾക്ക് നല്ലൊരു റിട്ടേണിലേക്ക് എത്തിപ്പെടാൻ പറ്റുക?
ഒരു ബെഞ്ച് മാർക്ക് പറയുവാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് 30%. അതായത് നമ്മുടെ ഇൻകം എത്രയുണ്ട് അതിൻ്റെ 30% ഇസ് വാട്ട് യു ഷുഡ് സേവ്. അത്രയും പൈസ സേവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആൻഡ് പ്രെഫറബിളി വിത്ത് എ സ്ലൈറ്റ് മാർക്കപ്പ് എവറി ഇയർ. നമ്മുടെ ഒരു യങ്സ്റ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് സാലറി ഇൻക്രിമെൻസും എല്ലാ പ്രാവശ്യം കിട്ടും, പ്രൊമോഷൻസും കിട്ടും. അപ്പോൾ നമ്മൾ ആ സെയിം എമൗണ്ട് വെക്കരുത്. നമ്മുടെ സാലറീൻ്റെ ഒരു 30% ഇസ് ലോവർ ലെവൽസിൽ 30% ഇസ് ടഫ്. ബട്ട് ഒരുമാതിരി when you're in slightly higher salaries you can manage 30%. 30% is a benchmark. അത് വെക്കുവാണെങ്കിൽ your life is kind of secure. നമ്മൾ 30% of salary if you invest for 15-20 years your future is taken care of. അപ്പോൾ ദാറ്റ് ഈസ് ദി ഐഡിയൽ ബെഞ്ച് മാർക്ക്. അതുപോലെ നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ റിസ്ക് എടുക്കാനുള്ള ഒരു ഇത് ഇപ്പം ആ സമയത്ത് ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അതിന് താല്പര്യം ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ FD എന്നതിനപ്പുറത്തേക്ക് അവർ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയെ പറ്റി പഠിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യാറില്ല പൊതുവെ. അങ്ങനെയുള്ളവർക്ക് റിസ്ക് കുറച്ചുകൊണ്ട് അതേസമയം തന്നെ FDയെക്കാളും മികച്ച രീതിയിൽ റിട്ടേൺ നൽകുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് മേഖലകളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളോ അവർക്ക് പരിചയപ്പെടുത്താനുണ്ടോ? ബോണ്ട് മാർക്കറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുമാതിരി ഡെവലപ്പായി വരുന്നുണ്ട്, പക്ഷെ ആരും കൂടുതൽ അധികം സംസാരിക്കാത്ത നോക്കുന്നില്ല. ദാറ്റ് ഇസ് എ പോയിന്റ്. ഇപ്പം നമ്മൾ ടിപ്പിക്കലി ഒരു ആൾ നോക്കുവാണെങ്കിൽ ഹി ഓൺലി നോസ് ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഫോർ ഹിം ഡെറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഡിപ്പോസിറ്റ്സ് ആണ്. വേറാസ് കമ്പനീസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ മുത്തൂത്ത് ഓർ സുന്ദരം ഫിനാൻസ്, ദർ ആർ സോ മെനി കമ്പനീസ്, ദേ ഗിവ് യു റിട്ടേൺസ് വിച്ച് ആർ 2-3% ഹയർ ദാൻ FDs. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ 2% ഹയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി സപ്പോസ് എൻ FD is say 7% and some companies giving you 9%, it's a 30% higher increase. Instead of 7 you're getting 9, it's a 30% higher income. അപ്പോൾ I think bond market അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് അത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ നമ്മൾ എന്ത് പ്രായമാണെങ്കിലും നമ്മുടെ ബേസിക് നെസസിറ്റീസും എമർജൻസീസിനും പൈസ വി ഷുഡ് ഓൾവേസ് ഹാവ് ഇൻ ഡെറ്റ് ഓർ വെയറെവർ. അത് കഴിഞ്ഞിട്ടുള്ള സം മണി യു കൻ ഓൾവേസ് പുട്ട് in stock market. Stock market will not become zero. Maybe it will come down a bit, but overall better returns. I think depending on your age, basically there's a benchmark about 100 minus your age should be in equities, the rest of it should be in debt. ഒരു basic benchmark. അപ്പോൾ നമ്മൾ what we need to do is നമ്മുടെ ബേസിക് നെസസിറ്റീസ് ഒക്കെ ഡെറ്റിൽ വെച്ചിട്ട് ബാക്കി you diversify, put some money in gold. Gold gives you about 6%. നമ്മൾ ഇവിടെ മറ്റേ സോവറിൻ ഗോൾഡ് വാല്യൂ ഇടുവാണെങ്കിൽ യു ഗെറ്റ് ദി റിട്ടേൺ ഓഫ് ഗോൾഡ് പ്ലസ് യു ഗെറ്റ് 2% ഇൻട്രസ്റ്റ്. സോ bonds, there are a lot of bonds, government RBI bonds today is 7.5%. You have company deposits at 9%, 10%, sometimes even 11%. 11% ഒക്കെ അവരുടെ റേറ്റിംഗ് കുറവായിരിക്കും, ബട്ട് റിലേറ്റീവ്ലി സേഫ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഈവൻ വിതിൻ ബോണ്ട് നമുക്ക് കുറേ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ യു കൻ ഇൻക്രീസ് യുവർ ഒരു 1 or 2%, 2.5% യു കൻ ഇൻക്രീസ് യുവർ റിട്ടേൺസ് ബൈ ഡൈവേഴ്സിഫൈങ് ഇൻ ടു ബോണ്ട്സ്. അതുപോലെ നമ്മുടെ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ളൊരു സെക്ടർ ഇന്ത്യൻ മാർക്കറ്റിൽ ഏതായിരിക്കും? സ്റ്റഡി ഗ്രോത്ത് നോക്കുവാണെങ്കിൽ സ്റ്റഡി ഗ്രോത്ത് വിൽ ബി ദി FMCG. സോ ഇഫ് യു വാണ്ട് എ മാർക്കറ്റ് റിലേറ്റഡ് റിട്ടേൺ ഒരു 12% കൈൻഡ് ഓഫ് റിട്ടേൺസ് അങ്ങനെയാണെങ്കിൽ യു വിൽ ഗോ ഫോർ ഓൾ ദി FMCG കമ്പനീസ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് IT കമ്പനീസ്. ബട്ട് ഇഫ് യു വോണ്ട് എ ഹയർ ഗ്രോത്ത്, ഇപ്പോൾ ഇന്ത്യ ഇസ് നൗ കമ്മിങ് ടു മാനുഫാക്ചറിങ്. മാനുഫാക്ചറിങ് വളരെ അധികം ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ കൊല്ലങ്ങൾ ഇന്ത്യയിൽ കാപ്പെക്സ് ഉണ്ടായിരുന്നില്ല, പ്രൈവറ്റ് കാപ്പെക്സ് ഭയങ്കര കുറവായിരുന്നു. കഴിഞ്ഞ ഒരു 5-6 കൊല്ലത്തിൽ പല കമ്പനീസ്, മാനുഫാക്ചറിങ് കമ്പനീസ്, ഈ PLI സ്കീംസ് കാരണവും അങ്ങനത്തെ പല സ്കീംസും ഇൻസെൻറ്റീവ്സ് കാരണം മാനുഫാക്ചറിങ് കാപ്പെക്സ് ചെയ്തിട്ടുണ്ട് കുറേ കമ്പനീസ്. അങ്ങനത്തെ കമ്പനീസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. സോ മാനുഫാക്ചറിങ് ക്യാൻ ബി എ ലോങ് ടേം മൾട്ടി ബാഗർ ബിക്കോസ് കപ്പാസിറ്റി എഡിഷൻസ് ആൻഡ് ഇന്ത്യൻ ആ ഗ്രോയിങ് എക്കോണമി, ഇന്ത്യ സ്ലോലി ബിക്കമിങ് എ ഫാക്ടറി ടു ദ വേൾഡ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ദെയർ. പിന്നെ ഓവറോൾ മിഡ് ക്യാപ്പ് ഒരു ലാർജ് മിഡ് ക്യാപ്സ് ഒരു നല്ല സ്കോപ്പ് കാണുന്നുണ്ട്. സോ ദോസ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ഗുഡ് ഫോർ ദ ലോങ് ടേം. ഇത് മറ്റൊരു വിഭാഗം ആൾക്കാരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഈ പറയുന്ന സ്റ്റോക്കിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മാർക്കറ്റിനെ പറ്റി കൂടുതൽ ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല, പഠിക്കാനുള്ള സമയം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാൽ ചെറിയ ചെറിയ എമൗണ്ട് പല സ്റ്റോക്കുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെയുള്ളവർ അവർക്ക് ഈ പറഞ്ഞ പോലെ ഫണ്ടമെന്റൽസ് അറിയണമെന്നില്ല, ടെക്നിക്കൽസ് അറിയണമെന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല.
അവരെ സംബന്ധിച്ച് ഒരു ചെറിയൊരു എമൗണ്ട്, സെർട്ടൻ എമൗണ്ട് ഒരു കുറച്ചധിക കാലത്തേക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കണം. അങ്ങനെയുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്റ്റോക്കുകളോ അല്ലെങ്കിൽ സെക്ടേഴ്സോ ഏതെങ്കിലും? ഇഫ് യു സമയമില്ല അങ്ങനെയാണെങ്കിൽ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഗോ ഫോർ മ്യൂച്വൽ ഫണ്ട്സ്. കാരണം മ്യൂച്വൽ ഫണ്ട് ബൈ നേച്ചർ ഇറ്റ് സെൽഫ്, one, they diversify portfolio. Second, they don't take too much risks. That is one. If you want to take a slightly higher risk, nowadays ready-made portfolios under companies like small case companies like if for example we have a tie-up with a company called Alphanity who give ready-made portfolios. That those portfolios can be as less as 25,000-30,000 rupees, as high as 5-6 lakhs. PMS is 50 lakhs. So depending on the നമ്മുടെ എത്ര കോർപ്പസ് ഉണ്ട് അത് നോക്കിയിട്ട് either we can go in for mutual funds or going for these ready-made portfolios which are available today in the market. അപ്പം പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവർ ശ്രദ്ധിച്ച് മാർക്കറ്റിനെ പറ്റി പഠിച്ച് കൃത്യമായ അറിവോടും ധാരണയോടും കൂടി മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, SIPs ഉണ്ട്, ബോണ്ട്സ് ഉണ്ട്, പല ഓപ്ഷൻസ് അവർക്ക് അധികമായിട്ടുണ്ട്. അത്തരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ റിസ്ക് കുറവായിരിക്കും, ഈ പറഞ്ഞ വെച്ചോട് സേഫ് റിട്ടേൺ അവർക്ക് കിട്ടും. എന്തായാലും ലോങ് ടേം ആയിരിക്കണം. യെസ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുതിയ ആൾക്കാർ വരട്ടെ, കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും വളർച്ച സാധ്യത അല്ലെങ്കിൽ വളരാൻ കിടക്കുന്നതേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. പുതിയ ആൾക്കാർ വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജോട് കൂടി മാത്രം മാർക്കറ്റിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്തവർ കൂടുതലും ഇത്തരം കാര്യങ്ങൾക്ക് സമയമില്ലാത്തവരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മൂലം സമയം കിട്ടാത്തവരോ അവർ കൂടുതലും ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, SIP ആവട്ടെ, ബോണ്ട് ആവട്ടെ, അതുപോലെ റിസ്ക് കുറഞ്ഞ എന്നാൽ ലോങ് ടൈമിലേക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ ലോങ് ടൈമിലേക്ക് നല്ല റിട്ടേൺ കിട്ടുന്ന മേഖലകളിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മറ്റു മേഖലകളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ ആശംസിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാം. കാരണം അവരും വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം, നാളെ നല്ല വെൽത്തുള്ള ആൾക്കാരാവുകയും സ്റ്റോക്ക് മാർക്കറ്റിന്റെ വളർച്ചയുടെ ഭാഗമാകാനുമുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം. താങ്ക് യു. വളരെ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ആയിരുന്നു. Very intelligent questions. I enjoyed it thoroughly. Thank you, sir.